ചെല്ലാൻ കൗണ്ടറിൽ വന്നാൽ ആ ചെല്ലാൻ എത്രയും പെട്ടെന്ന് വിടുക. ഒരു ലോൺ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഒരു FD ക്ലോസ് ചെയ്യാൻ വന്നാൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക. അവരുടെ സാറ്റിസ്ഫൈ ചെയ്യുക. കസ്റ്റമർ എത്ര തരമുണ്ട്? ടൈപ്സ് ഓഫ് കസ്റ്റമർ 3 തരം കസ്റ്റമേഴ്സ് ആണുള്ളത്. കസ്റ്റമേഴ്സ് 3 തരം ഏതൊക്കെയാ? ആരൊക്കെയാ? ഒന്ന് ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമർ, യെസ്റ്റർഡേസ് കസ്റ്റമർ. ഇന്നത്തെ കസ്റ്റമർ ആരാ? ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണ്. എന്ന് വിളിക്കത്തക്ക പറയുകയല്ല നമ്മൾ ഇരിക്കുന്നത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. പക്ഷെ എന്നാലും നമ്മൾ അത് ആ രീതിയിലുള്ള പെർഫോമൻസ് അതിനകത്തുണ്ടാവണം. ഈ ബാങ്കിനകത്ത് കയറുമ്പോൾ ആ രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതാണ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പിന്നെ തുടരണം എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്. ഏതായാലും വളരെ ഭംഗിയായിട്ട് ഇത്രയും സമയം നമ്മളെ പിടിച്ചു വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നാളെ മുതൽ അങ്ങോട്ടുള്ള പ്രവർത്തനത്തെ ഉപകരിക്കുന്ന കാര്യം അത് തർക്കമില്ല. മാത്രമല്ല സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട നമുക്ക് തീർച്ചയായും സാറിൻ്റെ ഇത്തരം കാര്യങ്ങൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് സാറിന്റെ ക്ലാസ് ഉപകരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനിയും തുടർച്ചയായി നമുക്ക് ക്ലാസ്സുകൾ വേണം. അതുപോലെ തന്നെ സാറിന്റെ നിർദ്ദേശങ്ങളും സാർ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് വേണം. പിന്നെ ഈ ക്ലാസ് എന്തുകൊണ്ടും എല്ലാവർക്കും ഗുണകരമായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. പിന്നെ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ സെക്രട്ടറി പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കും, PL അക്കൗണ്ട് ഉണ്ടാക്കും, ബാലൻസ് ഷീറ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല എന്നുള്ളത് സാറിൻ്റെ ക്ലാസ് സാർ എടുത്ത് തന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടതാണെന്ന് നമുക്കെല്ലാം തന്നെ ബോധ്യമുണ്ട്. എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ബാങ്കിൻ്റെ കാര്യത്തിനെ കുറിച്ച് അഗാധമായ രീതിയിലേക്കുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കും എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും ആ രീതിയിലേക്ക് വന്നിട്ടുണ്ടാകും എന്നാണ്.